ഈ അനുഗ്രഹീതമായ വചന കൂടാരത്തിനുള്ളിൽ ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് തമ്പുരാന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാനും ബലഹീനാകുന്നതിന് എനിക്ക് ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യമായി, ഒരു ദൈവകൃപയായി തന്നെ ഞാൻ കരുതുന്നു. അപ്രകാരം എനിക്ക് അവസരം ഒരുക്കി തന്ന് അഭിവൃദ്ധി തിരുമനസ്സിനോടുള്ള എന്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയും ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. എന്നെ വളരെ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും നിരന്തരമായി എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ജോൺസൺ സി ജേക്കബ് അച്ഛനോടും ശുശ്രൂഷയിൽ എന്നോളം ഒരുപാട് കൈത്താങ്ങലുകൾ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛനോടും പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരോടുമൊക്കെയുള്ള ഭദ്രാസന കൺവെൻഷൻ കമ്മിറ്റിയോടുമൊക്കെയുള്ള ഹൃദയപൂർവ്വമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. 1881 കുന്നംകുളത്ത് ഒരു മാർത്തോമാ കുടുംബത്തിലാണ് PV തൊമ്മി എന്ന ഭക്തനായ മനുഷ്യൻ ജനിക്കുന്നത്. സാമ്പത്തികമായി നന്നേ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമാണ്. കുന്നംകുളം അണങ്ങാടിയിലെ ഒരു ഓലപ്പുരയിലാണ് താമസിക്കുന്നത്. പഠനത്തിൽ സമർത്ഥനായിരുന്നു. അധ്യാപന ശുശ്രൂഷ സ്വപ്നം കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. വടക്കൻ കേരളത്തിൽ കർത്താവിന്റെ വേല, സുവിശേഷ വേല അധികം ശക്തിയോടെ ഉണർവോടെ നിറവേറപ്പെടുന്ന കാലം. കോളറ ബാധിതരായി അനേക ആളുകൾ മരണപ്പെടുന്ന ദുഃഖകരമായ സാഹചര്യം. കർത്താവിന്റെ വിളി കേട്ട് അധ്യാപന ജോലി രാജിവെച്ച് സുവിശേഷ വേല തന്റെ മേലുള്ള ദൈവനിയോഗമായി തിരിച്ചറിഞ്ഞ് ഇടവ വികാരി കുട്ടില്ലച്ചൻ വഴി തീത്തൂസ് തിരിയൻ തിരുമേനിയോട് തന്റെ ആഗ്രഹം അറിയിക്കുകയാണ്. തിരുമേനി അദ്ദേഹത്തെ വടക്കൻ കേരളത്തിൽ ഒരു സുവിശേഷകനായി നിയോഗിക്കുന്നു. വളരെ തീഷ്ണതയോടെ, തീവ്രതയോടെ, ഏറെ വിശ്വസ്തയോടെ കർത്താവിന്റെ ശുശ്രൂഷ അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിക്കൊണ്ട് നിറവേറ്റിയ ഭക്തനും വിശുദ്ധനുമായ മനുഷ്യനാണ് PV തൊമ്മി സാർ. 38 വയസ്സുവരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 38ാമത്തെ വയസ്സിൽ മാരകമായ കോളറ ബാധിച്ച് അതായത് 1919 ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ഭക്തനായ മനുഷ്യനാണ് PV തൊമ്മി. ഒരു യാഗം പോലെ, ഒരു യാഗവസ്തു പോലെ ആയുസ്സിന്റെ അവസാനം വരെ തമ്പുരാന്റെ വേലയിൽ എരിഞ്ഞു തീർന്ന ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പാടുന്ന വരികളൊക്കെ തന്റെ ഹൃദയത്തിന്റെ ദൈവാനുഭവത്തിന്റെ രേഖകളായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാ പാടുന്നത്: കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്ന് തന്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതിമോദമോടെ തന്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിടാമെന്നതും ഓർത്തതിമോദമോടെ പാടും ഞാൻ യേശുവിന് ജീവൻ പോടോ നന്ദിയോടെ, ജീവൻ പോടോ നന്ദിയോടെ. 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. അതിലെ 2 വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം: അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. 13-ാമത്തെ വാക്യം: ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ബിൽഡ് ആൻ ഓൾട്ടർ ഫോർ യുവർ ഗാഡ്. നിന്റെ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുക. ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായം 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായമാണ്. ബിൽഡ് ആൻ ഓൾട്ടർ ഫോർ യുവർ ഗോഡ്. നിന്റെ ദൈവത്തിന്
ഒരു യാഗപീഠം പണിയുക. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പാടും ഞാൻ യേശുവിന് ജീവൻ പോളോ നന്ദിയോടെ, ജീവൻ പോളോ നന്ദിയോടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പാടിയ വരികൾ ജീവിതത്തിന്റെ അനുഭവമായി മാറുവാൻ, കർത്താവെ ജീവൻ പോകുവോളം നിനക്ക് വേണ്ടി പാടുവാൻ, കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, ഒരു യാഗമായി എരിഞ്ഞു തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ നിങ്ങൾ കാതോർക്കുന്നു. ഒരുപാട് വചനം കേട്ട കാതുകളാണ് നിങ്ങളുടേത്, ഒരുപാട് തീരുമാനമെടുക്കുന്ന ഹൃദയങ്ങളാണ് നിങ്ങളുടേത്. എന്നാൽ കർത്താവെ, നിങ്ങൾ കേൾക്കുന്ന വചനത്തിലോ എടുക്കുന്ന തീരുമാനത്തിലോ നിലനിൽക്കാൻ കഴിയാതെ നിന്നെ മറന്ന്, വചനത്തെ മറന്ന് ജീവിച്ചു പോകുന്ന കുറവുകൾ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ മനഃപൂർവ്വമായി സമ്മതിക്കുന്നു. നാഥ, വീണ്ടും 2018 ഭദ്രാസന കമ്മീഷനിൽ പങ്കെടുക്കുവാനും നിന്റെ വചനം കേൾക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകുന്നത് ഞങ്ങളെ വെട്ടിക്കളയാതെ നിർത്തുന്ന ദൈവകൃപ കൊണ്ട് മാത്രമാകുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളാരും ഈ രാത്രി വന്നതുപോലെ മടങ്ങരുതേ, ഞങ്ങളാരും ഇരുന്നതുപോലെ എഴുന്നേൽക്കരുതേ, ഞങ്ങളാരും വന്ന വഴിയിൽ മടങ്ങിപ്പോകാൻ ഇടയാകരുതേ. ഈ വചനത്തിലൂടെ കർത്താവെ, വേദപുസ്തകത്തിലെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ, ഈ രാത്രിയിലെ വചന ധ്യാനം മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനാകുന്ന അടിയനെ അങ്ങയോട് ചേർത്ത് നിർത്തിക്കൊള്ളണമേ. അടിയനെ ആരും കാണരുത്, അടിയന്റെ ശബ്ദമാരും കേൾക്കരുത്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ മാത്രം ഈ രാത്രി ഉയർത്തി കാണിക്കുവാൻ ഈ വചന ധ്യാനം മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും തമ്പുരാന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നിന്റെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുക. അതിന് ഒന്നാം ഭാഗമായി എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദാവീദിന്റെ അപജയവും അനുതാപവും യെബൂസ്യനായ ഓർന്നാന്റെ യാഗസമ്മാനമായ ജീവിതവുമാണ്. ദാവീദിന്റെ അപജയങ്ങൾ, ദാവീദിന്റെ അനുതാപം ഇന്ന് രാത്രി ഈ വിഷയത്തോട് ചേർന്ന് പങ്കുവയ്ക്കുന്നു. ഫെയിലിയേഴ്സ് ആൻഡ് റിപ്പന്റൻസ് ഓഫ് ഡേവിഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 30 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ദീർഘമായ 42 സംവത്സരങ്ങൾ ഇസ്രായേലിലെ രാജാവായുമാണ് ശൗൽ രാജാവിന് തന്റെ അനുസരണക്കേടും അധികാര ദുർവിനിയോഗവും മൂലം രാജ്യത്വം നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. 1040 BC ഇശായിയുടെ 8ാമത്തെ മകനായി ബേദലഹേമിൽ ജനിച്ച ദാവീദിനെ ദൈവം തന്നെ വാഗ്ദത്ത നിവൃത്തിയായി ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയ ഏക വ്യക്തി, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നാണ്. ദാവീദ് പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ 66 അധ്യായങ്ങളിലും പരാമർശിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. പുതിയ നിയമത്തിൽ 59 വേദഭാഗങ്ങളിലും ദാവീദിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 73 സങ്കീർത്തനങ്ങളുടെയും രചയിതാവ് ദാവീദ് എന്ന ഭക്തനായ മനുഷ്യനാണ്. ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ശമൂവേൽ പ്രവാചകൻ രാജാവായി അഭിഷേകം ചെയ്ത് അന്ന് മുതൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട രാജാവാണ്. ശമൂവേൽ എന്ന് തൈലക്കൊമ്പ് ആ ബേദലഹേമിനായി ഇശായിയുടെ ഭവനത്തിൽ വെച്ച് അവന്റെ ശിരസിന്മേൽ ഒഴിച്ചു. അന്നു മുതൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യനാണ്. അർത്ഥപൂർണമായ ഒരു പേരിന്റെ ഉടമയാണ് ദാവീദ്. ദാവീദ് എന്ന പേരിന്റെ അർത്ഥം പോലും വെൽ ബിലവഡ് എന്നാണ്, നന്നായി പ്രിയപ്പെട്ടവനെന്ന് അതിനർത്ഥം പറയുന്നു. ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കരുതലും ദൈവകൃപയും അളവ് കൂടാതെ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു പഴയ നിയമ പുരുഷൻ. ദാവീദ് ഇപ്പോൾ യുദ്ധക്കളത്തിലാണ്. പരാജയം എന്തെന്നറിയാത്ത വിജയശ്രീലാടതിനെ മുന്നേറുന്ന ഒരു അനുഭവത്തിലാണ്. 1 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെ: ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി എന്നാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അമ്മോന്യ രാജാക്കന്മാരെയും ഫെലിസ്ത്യ രാജാക്കന്മാരെയും ഒന്നൊന്നായി വാളിന്റെ വായ്ത്തലയാൽ ദാവീദും സൈന്യവും കൊന്നൊടുക്കുകയാണ്. മല്ലന്മാരായ എല്ലാവരെയും തോൽപ്പിക്കുവാനുള്ള കരുത്ത് ദാവീദിന് ഉണ്ടായിരുന്നു. 24 വിരലുകൾ ഉണ്ടായിരുന്ന
ഗോലിയാത്തിന്റെ സഹോദരനെയും ദാവീദിന്റെ സൈന്യം തകർത്തു എന്ന് വചനം പറയുന്നു. ഇത്രയും ശക്തനായ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട് ശ്രേഷ്ഠമായ സാക്ഷ്യത്തിന്റെ ഉടമയായ ദാവീദ് പരാജയപ്പെട്ടു. ഇതൊരു കോൺട്രഡിക്ഷനാണ്, ഇതൊരു വിരോധാഭാസമാണ്. നമ്മിലെ ശക്തിയും നമ്മിലെ കരുത്തും നമ്മുടെ സാക്ഷ്യവും ഏത് സമയത്തും ചോർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്, അതൊരു വാണിംഗ് ആണ്. അതുകൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ വളരെ ഹൃദ്യമായി ഇങ്ങനെ പറയുന്നത്, നാം മൺപാത്രങ്ങളിലെ നിക്ഷേപങ്ങളാണ്. ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് നാം തിരിച്ചറിയണം. ആരാണ് ദാവീദിനെ പരാജയപ്പെടുത്തിയത്? അർത്ഥാൽ ദാവീദിന്റെ പരാജയത്തിന്റെ കാരണം എന്താണ്? 3 കാരണങ്ങൾ ഈ രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒന്ന്, ദാവീദിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പരാജയം, താൻ പുറമേയുള്ള പോരാട്ടങ്ങളിൽ ജയിച്ചു, അകമയുള്ള പോരാട്ടങ്ങളിൽ പരാജയപ്പെട്ടു. കൊട്ടാരത്തിന് വെളിയിലുള്ള പോരാട്ടങ്ങളിൽ ദാവീദ് ജയിച്ചു, കൊട്ടാരത്തിനുള്ളിലുള്ള അകമയുള്ള പോരാട്ടങ്ങളിൽ ദാവീദ് പരാജയപ്പെട്ടു. David won the external battles in his life and not the internal battles. He failed in his internal battles. ദാവീദ് ഇസ്രായേൽ ചരിത്രത്തിലെ ശക്തനായ യോദ്ധാവാണ്. നല്ല യൗവനപ്രായത്തിൽ മല്ലനായ ഗോലിയാത്തിനെ കവണയും കല്ലുമായി തകർത്തവനാണ്. അമ്മോന്യരോടും അമാല്യക്കരോടും ഫെലിസ്ത്യരോടും അനാക്യമല്ലന്മാരോടും എഫൂസ്യരോടും മോവാബ്യരോടും നിരന്തരമായ പോരാട്ടങ്ങളിൽ ജയിച്ചവനാണ്. എ വിക്ടോറിയസ് കിങ്, ജയാളിയായ ഒരു രാജാവാണ്. ശത്രു സൈന്യത്തിന്റെ നിരന്തരമായ ഭീഷണികളുടെ മുമ്പിൽ പതറിപ്പോകാതെ തന്റെ ജനത്തെ വിജയത്തിലേക്ക് നയിച്ചവൻ. യെരുശലേം അറിയപ്പെട്ടത് പോലും ദി സിറ്റി ഓഫ് ഡേവിഡ് എന്നാണ്, ദാവീദിന്റെ പട്ടണം എന്നാണ് യെരുശലേമിന്റെ പേര്. 1 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ ദാവീദിന്റെ ആധിപത്യത്തിന്റെ ശക്തി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18:4 ഫെലിസ്ത്യ സൈന്യത്തിന്റെ 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചടക്കിയെന്നാണ് രേഖപ്പെടുത്തിയത്. എന്തിനേറെ, അരാമ്യ സൈന്യത്തിലെ 20,000 പേരെ കൊന്നൊടുക്കിയവനാണ്. 18:6 നാം വായിക്കുന്നു, ഇങ്ങനെ ദാവീദ് ചെന്നെടുത്തൊക്കെയും വിജയം വരിച്ചു എന്നാണ്. ഇസ്രായേൽ രാജ്യത്തെ അജയ്യമായി നയിക്കുന്ന യോദ്ധാവിന്റെ സംതൃപ്തിയിൽ ജീവിച്ചവനാണ് രാജാ ദാവീദ്. എന്നാൽ വലിയ വിജയങ്ങൾക്ക് ശേഷമുള്ള പരീക്ഷണങ്ങളെ കുറിച്ച്, പ്രലോഭനങ്ങളെ കുറിച്ച് ദാവീദ് ഗൗരവമായി ചിന്തിച്ചില്ല. തനിക്ക് ജയം നൽകിയ ദൈവത്തെ മറക്കാനും തന്റെ ജയത്തിന് കാരണം തന്റെയും തന്റെ സൈന്യത്തിന്റെയും കരുത്താണെന്നും ചിന്തിക്കുവാൻ സാത്താൻ ദാവീദിനെ പ്രലോഭിപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തം 21:1 നാം വായിച്ച കുറിവാക്യം വ്യക്തമായി പറയുന്നു, അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു, ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചു. സൈറ്റൻ പ്രൊവോക്ക് ഡേവിഡ് എന്നാണ്. സാത്താന്റെ പ്രലോഭനം, സാത്താന്റെ പ്രകോപനം, സാത്താന്റെ പ്രേരണ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദാവീദിനെ പരാജയപ്പെടുത്തുവാൻ ഇടയാകുന്നു. ഇതിന്റെ മുമ്പിൽ, സാത്താന്റെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ അതിജീവനത്തിന്റെ കരുത്തില്ലാതെ നിൽക്കുന്ന ഒരു രാജാവ്, ദി പവർ ഓഫ് ഓവർകമ്മിങ് ടെംപ്റ്റേഷൻസ് ഇൻ ലൈഫ്. ഇസ്രായേലിനെ എണ്ണുക എന്നത് ദൈവത്തിന്റെ ആലോചനയല്ല, അത് മാനുഷികമായ ചിന്തയാണ്, അത് പൈശാചികമായ ചിന്തയാണ്, അതിന്റെ ജഡത്തിന്റെ താല്പര്യമാണ്. ഇത് തിരിച്ചറിയാൻ യോദ്ധാവായ ദാവീദിന് കഴിഞ്ഞില്ല. സ്വയത്തെ നിയന്ത്രിക്കുവാൻ, ജഡത്തെ നിയന്ത്രിക്കുവാൻ, വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ, വിചാരങ്ങളെ നിയന്ത്രിക്കുവാൻ, ബാഹ്യമായ പ്രേരണകളെ നിയന്ത്രിക്കുവാൻ പരാജയപ്പെട്ട ഒരു ദാവീദ് ഹിത്യനായ ഊരിയാവിന്റെ ഗൃഹത്തോട് ബേർശേബയോട് ചെയ്ത പാപവും ദാവീദിന്റെ ഹൃദയത്തിന്റെ പരാജയത്തിന്റെ വ്യക്തമായ തെളിവാണ്. 2 ശമൂവേൽ 11 നാം അത് വായിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് അതുല്യമായി വിജയം നേടിക്കൊടുത്ത ദാവീദ് രാജാവ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്. ഞാനതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, ദാവീദ് തന്നെ ദാവീദിനെ തോൽപ്പിക്കുകയാണ്. മറ്റുള്ളവർ വീക്ഷിക്കുന്ന മേഖലകളിൽ വിജയം കൈവരിക്കുകയും ആരും കാണാത്ത, ആരും അറിയാത്ത
ആർക്കും വെളിപ്പെടുത്താത്ത ജീവിതത്തിന്റെ സ്വകാര്യ രംഗങ്ങളിൽ, സ്വകാര്യ മേഖലകളിൽ, മുറിക്കുള്ളിലെ ജീവിതത്തിൽ, വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്യുന്നവർ ജീവിത വഴികളിൽ പരാജയപ്പെട്ടവർ തന്നെയാണെന്ന് ഈ വചനം നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. യേശു തമ്പുരാനോട് ഇപ്രകാരം ചോദിച്ചില്ലേ പരീശന്മാർ? പൂർവന്മാരുടെ പ്രമാണം ലംഘിച്ചുകൊണ്ട് ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നത് ശരിയോ എന്ന് പരീശന്മാരുടെ ചോദ്യം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തമ്പുരാന്റെ മറുപടി ശ്രദ്ധേയമാണ്. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ബാഹ്യമായ അനുഭവങ്ങളല്ല, പിന്നെയോ അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, ദ്രവ്യ അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയാണെന്ന് പരീശന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിശാചിന്റെ പ്രകോപനങ്ങളെ അതിജീവിപ്പാൻ ദാവീദിന് കഴിയാതെ പോയത് തന്റെ ഉള്ളിലെ അഹന്ത കൊണ്ടായിരിക്കാം, തന്റെ ഉള്ളിലെ അഹങ്കാരം കൊണ്ടായിരിക്കാം, തന്റെ ജഡത്തിന്മേലുള്ള സ്വാധീനം തനിക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ആയിരിക്കാം, തന്റെ വികാരങ്ങളെ നിയന്ത്രിപ്പാനുള്ള ശക്തി അവനില്ലാതെ പോയത് കൊണ്ട് ആയിരിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദ് ജീവിച്ച കാലഘട്ടത്തിലും ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും പാപത്തിന്റെ സ്വാധീനങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ അതിശക്തമാണെന്നുള്ളത് ഒരു മുന്നറിയിപ്പായി നാം സ്വീകരിക്കണം. വിശുദ്ധനായ പൗലോസ് പോലും ഗലാത്യ സഭയിൽ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നാം ഒരു കുറിപ്പായി ഹൃദയത്തിൽ കുറിച്ചു വെക്കണം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. Crucify the carnal man in you. നിന്നിലെ ജഡത്തിന്റെ മനുഷ്യനെ ക്രൂശിക്കാത്തവന് ഒരു ജയകരമായ ജീവിതം സാധ്യമല്ല. പത്രോസ് പറയുന്നു, നിങ്ങൾ നിർമ്മതനായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ നാരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റു നടക്കുന്നു എന്നുള്ളത് ഗൗരവമായി നാം കാണണം. യേശു കർത്താവ് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾക്ക് ആവശ്യം പാമ്പിന്റെ ബുദ്ധിയാണ്, പ്രാവിന്റെ നിഷ്കളങ്കതയാണ്. എന്താണ് പാമ്പിന്റെ ബുദ്ധി? പോകുന്ന വഴിയിൽ അപകടമുണ്ടെങ്കിൽ, പോകുന്ന വഴിയിൽ തന്നെ തല്ലിക്കൊല്ലാൻ ആള് കൂടി നിൽക്കുന്നുവെന്ന് ഈ ഭൂമിയുടെ സ്പന്ദനങ്ങളിലൂടെ പാമ്പിന് അറിയാൻ കഴിയും. അതറിഞ്ഞാൽ പാമ്പൊരിക്കലും അപകടം പതിയിരിക്കുന്ന വഴിയിലേക്ക് പോകാൻ താല്പര്യപ്പെടില്ല. അത് ബുദ്ധിയോടെ വേറെ വഴിയായി പോകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ വിളിക്കപ്പെട്ട് ഇറങ്ങിപ്പുറപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, ഓ നിങ്ങൾക്ക് വേണ്ടത് ഈ പാമ്പിന്റെ ബുദ്ധിയാ. പോകുന്ന വഴികൾ അശുദ്ധമാണെങ്കിൽ, പുലർത്തുന്ന ബന്ധങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമാണെങ്കിൽ, നീ ഒരുപക്ഷെ കാണുന്ന കാഴ്ചകൾ പോലും ദൈവഹിതത്തിന് അപമാനകരമാണെങ്കിൽ, നിന്നെ ആരും അറിയാത്ത ശീലങ്ങൾ ഒരു ദൈവപൈതന് അനുഗുണമല്ലെങ്കിൽ, തെറ്റാണെന്ന് വ്യക്തമായി നിനക്ക് ബോധ്യപ്പെട്ടിട്ടും, നീ ചെയ്യുന്ന ശീലങ്ങൾ അരുതാത്തതാണെന്ന് നിനക്കറിയാമായിട്ടും ആ വഴി പോകുന്നത് അപകടകരമാണെന്നുള്ളത് തിരിച്ചറിയാനിടയാകണം. ആ വഴി പോകാതെ മടങ്ങി വരാനിടയാകണം. ഓ നെവർ ഹൈഡ് യുവർ സിൻ, ഓ നെവർ കവർ യുവർ സിൻ, ഓ നെവർ ജസ്റ്റിഫൈ യുവർ സിൻ. നിന്റെ പാപത്തെ നീ മറയ്ക്കാൻ ശ്രമിക്കരുത്, നിന്റെ പാപത്തെ നീ മൂടി വയ്ക്കാൻ ശ്രമിക്കരുത്, നിന്റെ പാപത്തെ നീ നീതീകരിക്കാൻ ശ്രമിക്കരുത്. ദൈവം നമ്പുരാൻ നിന്നെ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിദേശത്തൊരു പള്ളി, ഒരു വലിയ കൺവെൻഷനാണ്. 3 രാത്രിയിലെ കൺവെൻഷൻ പ്രസംഗം. 3-ാം ദിവസം രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് സമർപ്പണ ശുശ്രൂഷ കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരി സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായി എന്റെ അടുക്കൽ വന്നു. അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, തന്നെ വന്നുള്ളൂ, ഭർത്താവ് വന്നില്ലേ? വന്നു അച്ഛാ. എവിടെയാണ്? ഇവിടെയുണ്ട് അച്ഛാ. എവിടെ? എന്താ വരാഞ്ഞത്? അച്ഛൻ കണ്ടില്ലേ ആ ഗായക സംഘത്തിൽ
ഗാനങ്ങൾ ലീഡ് ചെയ്ത്, വർഷിപ്പ് ലീഡ് ചെയ്ത്, ആ ചെറുപ്പക്കാരുടെ നടുവിൽ അച്ഛൻ കണ്ടോ മൂന്നാമത് നിൽക്കുന്ന, അതാണ് ആ നിൽക്കുന്ന ആ മനുഷ്യനാണ് എന്റെ ഭർത്താവ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലിക്കാരനാണ്, പള്ളിയിൽ പ്രധാനിയാണ്, സൺഡേ സ്കൂൾ അധ്യാപകനാണ്, ഗായക സംഘത്തിന് ചുക്കാൻ പിടിക്കുന്നവനാണ്, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവനാണ്, പ്രാർത്ഥിക്കാൻ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അവസരം കിട്ടിയാൽ അത് മുഴുവൻ പ്രയോജനപ്പെടുത്തുന്നവനാണ്. ഒന്നിനും പുറകോട്ട് പോകില്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പക്ഷെ വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ അവന്റെ ലക്ഷണം ഇതല്ല. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. കൂട്ടുകാരുമായി വീട്ടിൽ വരും, മദ്യവുമായി വരും, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ എന്നോട് പറയും. ആദ്യമൊക്കെ ഞാൻ എതിർത്തപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ താല്പര്യമില്ലെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക്, നിനക്ക് തിരിച്ചു പോകാം, ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആരോടും എന്റെ ജീവിതത്തിന് അനുഭവം പറയാൻ പാടില്ല. നീ അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞാൽ അത് നിന്റെ അവസാനമാണ്. ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി വിങ്ങുകയാണ്, വർഷങ്ങളായി വേദന അനുഭവിക്കുകയാണ്, വർഷങ്ങളായി എരിഞ്ഞു തീരുകയാണ്. വയ്യ മടുത്തു വച്ച ഈ ചെറുപ്പക്കാര് പറഞ്ഞു, പുറത്തോട്ട് പോകാം, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുറത്തോട്ടിറങ്ങി പൊട്ടിക്കരയുകയാണ്. ഐ കനോട്ട് കൺട്രോൾ എനിമോർ പറ്റുന്നില്ല. ആളുകൾ കാണുന്ന മേഖലകളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശുദ്ധനാണ്. നാലാരും കാണാത്തവന് ജീവിതത്തിന്റെ രഹസ്യ വഴികളിൽ അവരമ്പെ പരാജയപ്പെട്ടവനാണ്. ഗായക സംഘത്തിന്റെ സ്ഥാനവും കമ്മിറ്റി ചുമതല സ്ഥാനവും ഓരോ പദവികളും നിന്റെ സ്ഥാനങ്ങളും നിന്റെ പാപത്തെ മൂടുവാനുള്ള മുഖാന്തരമാക്കി മാറ്റരുത്. മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. ദാവീദ് പുറമെ എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു. തന്റെ ഉള്ളിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ. വി ആർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ഞാനും നിങ്ങളും പോർക്കളത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ മരണക്കിടക്കയിലും അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ നന്നായി ജീവിച്ചുവെന്നല്ല, മരണം നാഴിക അടുത്തുവെന്ന് ബോധ്യപ്പെടുമ്പോഴും തന്റെ ലേഖനത്തിൽ പൗലോസ് ഹൃദയത്തിൽ നിന്ന് കുറിച്ചു വെച്ച വരികൾ നാം മനസ്സിലാക്കണം. ഞാൻ നന്നായി ജീവിച്ചുവെന്നല്ല, ഞാൻ നല്ല പോർ പൊരുതു എന്നാണ്. ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ബാറ്റിൽ. ദൈവമേ, കഴിഞ്ഞ 34 സംവത്സരങ്ങൾ ഞാനൊരു പോർക്കളത്തിലായിരുന്നു. ഐ ഹാവ് ഫോട്ട് എ ബാറ്റിൽ. ഞാനൊരു പോരാട്ടക്കളത്തിലായിരുന്നു. പോരാട്ടക്കളത്തിലാണെങ്കിൽ ഞാനൊരു യോദ്ധാവിനെ പോലെ ജീവിച്ചവനാണ്, പോരാട്ടത്തിൽ ജയിച്ചവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പുറമെയുള്ള പോരാട്ടങ്ങളിൽ പരാജയപ്പെട്ടാലും സാരമില്ല, ആകമെയുള്ള പോരാട്ടങ്ങളിൽ പരാജയപ്പെടാൻ പാടില്ലെന്ന് നിഷ്കർഷയുണ്ടായിരുന്ന ഭക്തൻ പറയുന്നു. ഞാൻ നല്ല പോർ പൊരുതു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 65 വയസ്സ് വരെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിച്ച്, മാലാഖയെ പോലെ ജീവിച്ച് ഭക്തനായ മൂത്താമ്പാക്കൽ സാധു കൊച്ചുഞ്ഞുവേശിയും പാടിയ വരികൾ ശ്രദ്ധേയമാണ്. കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാരെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാരെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ജീവിതത്തിന്റെ ഈ അനുഭവങ്ങൾ ജീവിതം തന്നെ ഒരു പോരാട്ടമായി കാണാൻ കഴിയുന്നവന് മാത്രമേ ജയിക്കാൻ കഴിയൂ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദാവീദ് പുറമെയുള്ള യുദ്ധങ്ങളിൽ ജയിച്ചു, അവന്റെ ഉള്ളിലെ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു. 2, ദാവീദിന്റെ പരാജയം. 2, പടചേർത്തവനെ മറന്നു, പടയുടെ ശക്തിയെ അന്വേഷിച്ചു. പടചേർത്തവനെ മറന്നു, പടയുടെ ശക്തിയെ അന്വേഷിച്ചു. David sought the strength of his army and not the recruiter of the army. ദൈവാശ്രയം കുറഞ്ഞു, തന്റെ നേട്ടങ്ങളിൽ ശക്തി കണ്ടെത്തി. ദൈവത്തിന്റെ ശക്തിയും കരുണയും മഹത്വവും ഇത്രയേറെ അനുഭവിച്ചറിഞ്ഞ് മറ്റൊരാൾ പഴയ ദൈവം ചരിത്രത്തിലില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, തന്റെ കിന്നരം കൊണ്ട് പാട്ടുപാടിയവനാണ് ദാവീദ്. സങ്കീർത്തനം 27:1. സൈന്യമഹത്വത്താൽ
രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. ജയത്തിന് കുതിര വ്യർത്ഥം ആകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നില്ല എന്ന് 33-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുവെങ്കിൽ എന്റെ പൂർണ്ണമായ വിശ്വാസം അത് എഴുതി വെച്ചതും ദാവീദ് തന്നെയായിരിക്കും. മറ്റാരും അങ്ങനെ എഴുതില്ല. ദൈവശക്തിയുടെ മഹത്വം തിരിച്ചറിഞ്ഞവൻ, ശത്രുപാളയങ്ങളെ ഒന്നൊന്നായി കീഴ്പ്പെടുത്തിയവൻ, തന്റെ കരുത്തിന്റെ, തന്റെ ബലത്തിന്റെ, തന്റെ മഹത്വം ആരായുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഒരു കാര്യം ദാവീദേ, നീ മറക്കാൻ പാടില്ലായിരുന്നു. പലതും നീ മറന്നു, സാരമില്ല. ദാവീദ്, നീ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ശൗൽ രാജാവിന്റെ സൈന്യത്തിലെ ശക്തന്മാരായ യോദ്ധാക്കളായിരുന്നു നിന്റെ മൂത്ത സഹോദരങ്ങൾ ഏലിയാവും അബീനാദാബും ശമ്മയും ഒക്കെ. നിന്റെ സാധുവായ ശമൂവേൽ പ്രവാചകൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ സഹോദരങ്ങൾ 7 പേരും നിരത്ത് നിർത്തിയിട്ട് നിന്റെ അപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ മക്കളെല്ലാവരുമായോ? നിന്റെ അപ്പൻ മനസ്സോടെ പറഞ്ഞത്, ഇനിയും ഒരുത്തനുണ്ട്. യു ആർ നോട്ട് പ്രസന്റബിൾ ബിഫോർ എനിവൺ. നിന്നെ ആരുടെ മുമ്പിൽ ഒന്ന് കാഴ്ചവെക്കാൻ പോലും നിന്റെ അപ്പന്റെ മനസ്സിന് ദയവുണ്ടായിരുന്നില്ല. യു ആർ നോട്ട് പ്രസന്റബിൾ. നിന്റെ 7 സഹോദരങ്ങളും ഒരുങ്ങി നിന്നു അന്ന് ശമൂവേൽ വന്നപ്പോൾ. നിന്നെ മാത്രം അപ്പൻ അറിയിക്കാതെ നടത്താൻ ആഗ്രഹിച്ച യാഗമാണത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ അന്ന് ആട്ടുപറ്റവുമായി വനാന്തരങ്ങളിലായിരുന്നു. നിന്നെ അപ്പന് വേണ്ടായിരുന്നു, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടായിരുന്നു. ബാല്യക്കാരൻ നിന്റെ അടുക്കൽ ഓടി വന്ന് പറഞ്ഞത് നീ മറന്നുപോയി. നിന്നെ ആവശ്യമുണ്ട്. നീ ഓടിക്കരച്ച് വീട്ടിൽ വന്നപ്പോൾ യാഗപീഠത്തിനരികിൽ നിൽക്കുന്ന ശമൂവേൽ നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയി. ആട്ടുടേന്റെ വസ്ത്രം ധരിച്ചു വന്ന് നിന്റെ ശിരസന്മേൽ നിനക്ക് അർഹതയില്ലാത്ത തൈലൊക്കുമ്പോ പൊട്ടിച്ചൊഴിച്ചത് നീ മറന്നുപോയി. നിന്റെ 7 സഹോദരങ്ങളുടെ മുമ്പിൽ നിന്നെ ആദരിച്ചൊരു ദൈവം, തടിമിടുക്കുള്ള, ചങ്കൂറ്റമുള്ള, നല്ല തൂക്കമുള്ള, സൈന്യത്തിന്റെ പാരമ്പര്യമുള്ള നിന്റെ സഹോദരങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആട്ടിടയനായി നിന്നെ അഭിഷേകം ചെയ്തത് നീ മറക്കാൻ പാടില്ലായിരുന്നു ദാവീദേ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്നെ ചേർത്ത് വെച്ചത് ദൈവമാണ്. നിന്നെ ആദരവോട് സൈന്യത്തിൽ ചേർത്തത് ദൈവമാണ്. നീ എന്തെങ്കിലും ആയെങ്കിലും ദൈവകൃപയാ. നീ വിസ്മരിച്ചു കളഞ്ഞു. അപ്പനും സഹോദരങ്ങളും മാനിക്കാത്തവനെ ദൈവം മാനിച്ചത് നീ മറന്നു. പട ചേർത്തവനെ മറന്നു. നീ പടയുടെ ശക്തി അന്വേഷിക്കുകയാണ്. വന്ന വഴികളെ മറക്കരുത്. ദാവീദ് ജനത്തിന്റെ കണക്കെടുക്കുകയാണ്. ദാൻ മുതൽ ബേർശേബ വരെ സകല ഇസ്രായേൽ മക്കളെയും എണ്ണുവാൻ തന്റെ വിശ്വസ്ത സൈന്യാധിപനായ യോവാബിനെ അയക്കുകയാണ്. എന്റെ നേട്ടത്തിന്റെ ശക്തി അറിയണം എനിക്ക്. എന്റെ സൈന്യത്തിന്റെ ശക്തി എനിക്കറിയണം. 9 മാസം 20 ദിവസം ദൈവത്തിന് ഹിതകരമല്ലാത്ത ഈ പ്രവൃത്തിക്കായി നീ ചെലവഴിച്ചു. എന്തിനാ? നിന്റെ സ്വാധീനത്തിന്റെ കരുത്തറിയാൻ. ലേവ്യ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും എണ്ണപ്പെട്ടില്ല. ആയുധപാണികളായ പാണികളുടെ എണ്ണം 15,70,000 എന്ന് യോവാബ് അറിയിച്ചപ്പോൾ നീ സന്തുഷ്ടനായി. ദാവീദ് നിന്റെ ശക്തിയിൽ നിന്നെ കളിച്ചു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമൻ പറയുന്നത് മറക്കരുത്. സദൃശവാക്യങ്ങൾ 16:18. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ദാവീദിന്റെ പരാജയം അതായിരുന്നു പ്രിയരെ. തന്റെ കരുത്തിൽ, തന്റെ ശക്തി, മല്ലന്മാരായ തന്റെ പടയാളികളിൽ ആശ്രയം വെച്ചു ദാവീദ്. ദൈവം ദാനം നൽകിയ സമ്പത്തിലും സൗകര്യങ്ങളിലും ഭൗതിക നന്മകളിലും ബന്ധുബലത്തിലും ശരണപ്പെട്ടുള്ള ജീവിതം പരാജയത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയാൻ ഈ രാത്രി ആർക്ക് കഴിയും? നമ്മുടെ ദൈവാശ്രയങ്ങൾ കുറഞ്ഞുപോയോ? ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറന്നുപോകാൻ പാടില്ല. മാർത്തോമാ സഭയുടെ പാരമ്പര്യം മറക്കരുത്. പിതാക്കന്മാരുടെ ദൈവാശ്രയം നാം വിസ്മരിക്കാൻ പാടില്ല. 1889 റോയൽ കോർട്ട് വിധി മൂലം എല്ലാം നഷ്ടപ്പെട്ട് അന്നത്തെ മെത്രാപ്പോലിത്ത് ആദരണീയനായ തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്ത് മാരാമണിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ശരണം കണ്ടെത്തിയത് തന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച സഭയുടെ നാഥനായ ദൈവത്തിന്.
1200-ലധികം പള്ളികളും കൂട്ടങ്ങളുമായി മലങ്കര മാർത്തോമാ സഭ ഇന്ന് വളർന്നെങ്കിൽ അത് ഭൗതിക ശക്തിയുടെ അടയാളമല്ല, പിതാക്കന്മാരുടെ കറതീർത്ത ദൈവാശ്രയത്തിന്റെ കണ്ണുനീരിന്റെ പ്രതിഫലനമാണ്. ഹല്ലേലൂയ. തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലീത്ത പിൻഗാമിയെ വാഴിക്കാതെ കാലം ചെയ്തപ്പോഴും കൂട്ടൂരത്തിൽ പ്രാർത്ഥിച്ചത്, മോശയ്ക്ക് ശേഷം യോശുവ ഞങ്ങളെ നയിപ്പാൻ ആര്? നമുക്കറിയാം, ഐത്തോമ അപ്പനാണ് പ്രാർത്ഥിച്ചത്. ചരിത്രം വായിച്ചിട്ടുള്ളവരാ നിങ്ങൾ. ആ പ്രാർത്ഥനയ്ക്ക് പ്രതിവാക്യമായി പറഞ്ഞത്, കർത്താവേ നീ സകലവും ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സൈന്യത്തിന്റെ ബലമല്ല, സൈന്യാധിപന്റെ ശക്തി. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും തുറന്ന വേദപുസ്തകത്തിൽ ശരണപ്പെട്ട സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. ഇന്ന് കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ നീ നിന്നിലും നിന്റെ ബലത്തിലും നിന്റെ ഭൗതിക നന്മയിലും നിന്റെ കുഞ്ഞുങ്ങളുടെ പണത്തിലും നിന്റെ ബന്ധുബലത്തിലും ശരണപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വഴി പരാജയത്തിലേക്കുള്ള വഴിയാണെന്ന് ഒരു തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറന്നുപോകരുത് പ്രിയരെ, ദൈവകൃപ മറന്നുപോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 18-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് നൽകിയ വേദപുസ്തകമാണത്. 15-ാമത്തെ വയസ്സിൽ പപ്പാ നൽകിയ വേദപുസ്തകമാണത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനത്തിനായി പോയവനാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങളേറെ കഴിയുന്നു. ചെങ്കോട്ട മിഷൻ ഫീൽഡിൽ 21-ാമത്തെ വയസ്സിൽ ഒരു സുവിശേഷകനായി ശുശ്രൂഷ ആരംഭിച്ചവനാണ്. BTH പഠനം പിടിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ എന്റെ ശക്തിയിലും എന്റെ ബലത്തിലും ഞാൻ ശരണപ്പെടാൻ ശ്രമിച്ചാൽ ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ കഴിയില്ല പ്രിയരെ. ദൈവകൃപയുടെ ശക്തിയായത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാ. 1998 ജനുവരി മാസം 18-ാം തീയതി ചാത്തന്നൂർ ക്രിസ്തോസ് പള്ളിയിൽ എന്റെ ആദ്യ കുർബാനയാണ്. 17-ാം തീയതി ശനിയാഴ്ച പള്ളിയിൽ ചെന്ന് ഞാൻ സണ്ണി മാത്യൂസനാണ് വികാരി അച്ഛൻ. അച്ഛൻ എനിക്ക് കുർബാനയുടെ പരിശീലനങ്ങൾ തരികയാണ്. മദ്ബഹയിൽ കൂട്ടിക്കൊണ്ടുപോയി 2 പ്രാവശ്യം കുർബാന എന്നെ ഫുൾ ചൊല്ലിച്ചു. തെറ്റുകൾ തിരിച്ചു തന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. കഞ്ഞി കുടിച്ച് അച്ഛൻ പാഴ്സനയിലേക്ക് പോയി. സൈഡ് റൂമിൽ ഞാൻ കിടക്കുകയാണ്. എനിക്ക് കൂട്ടായി പള്ളിയിലെ കപ്പിയാർ കുഞ്ഞുവച്ചാനുണ്ട്. ഞങ്ങൾ 2 പേരും. അച്ഛൻ പള്ളിയിൽ കിടക്കുന്നു, ഞാൻ സൈഡ് റൂമിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഉറങ്ങാൻ കിടന്നു. പ്രാർത്ഥിച്ചു ഉറങ്ങാൻ കിടന്നു പ്രിയരെ. ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ദിവസം മുട്ടുമട, കർത്താവേ എന്റെ ആയുസ്സിലാദ്യമായ നാളെ എന്റെ മാതൃയുടെ വകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോവുകയാണ്. നീ ബലപ്പെടുത്താതിരിക്കുന്നത് സാധ്യമല്ല. മുട്ടുപേർന്ന് ഒത്തിരി കരഞ്ഞു. വീണ്ടും ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചാടി എഴുന്നേറ്റു. തൊട്ടടുത്ത മദ്ബഹ ഞാൻ മധുവയ്ക്കുള്ളിൽ പോയി മുട്ടുകുത്തി നെടുമ്പാട് വീണു. കർത്താവേ എനിക്ക് ശക്തിയില്ല, എനിക്ക് കുർബാന അർപ്പിച്ച ശീലമില്ല. തമ്പുരാൻ എന്നെ സഹായിക്കണം. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. മണിക്കൂറുകളോളം ഞാൻ മധുവയിലിരുന്നു. തിരികെ വന്നു. മുറിയിൽ കിടക്കാൻ ഉറങ്ങുന്നില്ല. ഉണർന്നു കിടക്കുകയാണ്. എന്റെ മനസ്സിന്റെ ധ്യാനം മുഴുവൻ നാളത്തെ വിശുദ്ധ കുർബാന എങ്ങനെ കൃപയോടെ ചെയ്യണമെന്ന്. നേരത്തെ ഒരുങ്ങി റെഡിയായി മദ്ബഹയ്ക്കുള്ളിൽ പോയി പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 20 വർഷങ്ങൾ പൂർത്തിയാകുന്നു പ്രിയരെ. വലിയ പള്ളികൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ചെറിയ പള്ളികൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുർബാന ചൊല്ലുന്നത് നല്ലതാണെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊല്ലി ശീലമുണ്ട്. 20 വർഷങ്ങൾ കഴിയുന്നത് കൊണ്ട്, ഒരുപാട് പള്ളികൾ ശുശ്രൂഷ ചെയ്തത് കൊണ്ട്, ഒരുപാട് ആളുകളുടെ അപ്രിസിയേഷൻ ലഭിക്കുന്നത് കൊണ്ട്, എന്റെ ശക്തി കൊണ്ടും എന്റെ ബലം കൊണ്ടും എന്റെ പരിചയസമ്പന്നത കൊണ്ടും ഈ ശുശ്രൂഷ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നുവെങ്കിൽ എനിക്ക് കുർബാന ചൊല്ലാം, ശമ്പളം വാങ്ങാം. പക്ഷേ വീണ്ടെടുപ്പിന്റെ അടയാളമായ ഈ കുർബാനയിലൂടെ എന്റെ ജനത്തെ ദൈവത്തിന് വേണ്ടി നേടാൻ എനിക്ക് കഴിയില്ലെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ന് എന്നിൽ ശരണപ്പെടുന്നു, എന്നെ ഈടത്തിൽ ശരണപ്പെടുന്നു, എന്നെ ശബ്ദത്തിൽ ഞാൻ ശരണപ്പെടുന്നു. ഒരുക്കമില്ലാതെ, തുയ്യാവല്ലാതെ,
കഴിയുമെന്നുള്ള ചിന്തയോട് ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിന്റെ പരാജയത്തിലുള്ള വഴിയാണെന്ന് ഞാൻ എന്നോട് തന്നെ വചനം പറയുമ്പോൾ പറയുകയാണ് പ്രിയരെ. ഇതെന്നോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഹല്ലേലൂയ. ദാവീദേ, നീ പട ചേർത്തവനെ മറന്നു, നീ പടയുടെ ശക്തിയിൽ ശരണപ്പെട്ടു. നിന്റെ പരാജയം നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് അത് കാരണമായി. 3, ദാവീദ് പരാജയപ്പെടാൻ മൂന്നാമത്തെ കാരണം മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഡേവിഡ് disregarded the warnings from God. മുന്നറിയിപ്പുകളെ അവഗണിച്ചതാണ് ദാവീദിന്റെ മൂന്നാമത്തെ പരാജയം. ദൈവഹിതത്തിന് വിരുദ്ധമായി സാത്താന്റെ ആലോചനയ്ക്ക് വശംവദനായി ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലിനെ എണ്ണുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ദാവീദിന്റെ മുൻപിൽ തന്റെ സഹോദരി പുത്രനായ യോവാബ് എന്ന സൈന്യാധിപൻ നിൽക്കുകയാണ്. യോവാബ് ദാവീദിന്റെ സേനാധിപനാണ്, ആർമി കമാൻഡറാണ്, രാജാവ് വലിയ സ്വാധീനമുള്ള ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റിയാണ് യോവാബ്. ദാവീദ് രാജാവിന്റെ കൽപ്പന നിറവേറ്റുവാൻ കടപ്പെട്ടവനാണ് യോവാബ്. രാജാവിന്റെ ഈ കൽപ്പന യോവാബ് കേട്ടപ്പോൾ തന്നെ നിഗൂഢമാണെന്നും ഈ കൽപ്പന പാലിക്കുന്നത് രാജാവിന്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്നും രാജ്യത്തിനും രാജാവിനും തനിക്കും ഇത് ദോഷകാരണമായി തീരുമെന്നും ഇത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് തിരിച്ചറിയുവാൻ യോവാബ് എന്ന സഹോദരി പുത്രനായ ഈ ആർമി കമാൻഡറിന് കഴിഞ്ഞു. പ്രിയരെ, ദാവീദിന് കഴിഞ്ഞില്ല. രാജാവിനെ ഉപദേശിപ്പാൻ താൻ അർഹനല്ലെന്ന് വ്യക്തമായി തിരിച്ചറിവ് യോവാബിനുണ്ട്. ഐ ആം നോട്ട് കേപ്പബിൾ ടു ഇൻസ്ട്രക്ട് മൈ കിങ്. എന്റെ രാജാവിനെ നയിക്കാനോ രാജാവിന് ആലോചന കൊടുക്കാനുള്ള നിയോഗം എനിക്കില്ല എന്ന് വ്യക്തമായി യോവാബിന് അറിയാമായിട്ട് പോലും ഈ വഴി അപകടമാണ് തിരിച്ചറിഞ്ഞ യോവാബ് വലിയ വിപത്തിനെ കുറിച്ച് രാജാവിനോട് ഓർമ്മപ്പെടുത്തി. രാജാവിനോട് പറഞ്ഞു, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം. മൂന്നാമത്തെ വാക്യം നാം അങ്ങനെ വായിക്കും, നിങ്ങൾ വായിച്ചാൽ മതി. ദൈവീയ ഈ വചനത്തോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ 21-ാം അധ്യായം മുഴുവൻ വായിച്ചിട്ടേ കിടക്കാവൂ. സുഖമായി ഉറക്കം ദൈവം തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം ശരിയാവത്തില്ല. മൂന്നാമത്തെ വാക്യം വ്യക്തമായി രേഖപ്പെടുത്തുന്നു, രാജാവെ, സൈന്യബലം അന്വേഷിക്കുന്നത് ഇസ്രായേലിന്റെ കുറ്റത്തിന് കാരണമായി തീരും. ഇതൊരു അപേക്ഷയാണ്, ഒരു വിജ്ഞാപനമല്ല, ഒരു കൽപ്പനയല്ല. സൈന്യാധിപന്റെ മുന്നറിയിപ്പും ആത്മാവിന്റെ സൽപ്രേരണകളും നിരന്തരമായി കേട്ടിട്ടും അതിന് നിസ്സാരമായി കണ്ട ദാവീദ് ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് അപകടമാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ച് എത്രയോ പേരുടെ ദുരന്തപൂർണമായ ജീവിതം ഒരു മുന്നറിയിപ്പായി വേദപുസ്തകം നമുക്ക് പകർന്നു തരികയാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ ഉസിയാവിന്റെ ജീവിത വൃത്താന്തമുണ്ട്. ഓടിച്ചെന്ന് പറയട്ടെ. അമസ്യാവിന്റെ മകനായ ഉസിയാവ് തന്റെ അപ്പന് പകരമായി 16-ാമത്തെ വയസ്സിൽ ഇസ്രായേൽ രാജാവായി തീർന്നവനാണ്. ഉസിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ബലം, ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ്. ഉസിയാവ് യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെയും യഹോവന് അഭിവൃദ്ധി നൽകി എന്ന് നാം വായിക്കുന്നു. 52 സംവത്സരങ്ങൾ യെരൂശലേമിൽ വാണരുളിയ രാജാവാണ് ഉസിയാവ്. 2 ദിനവൃത്താന്തം, ഈ പുസ്തകത്തിന്റെ അടുത്ത പുസ്തകം 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം വായിക്കുന്നു സങ്കടത്തോടെ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് ഉസിയാവ് ചെന്നു. അസരിയ പുരോഹിതനും ധൈര്യശാലികളായ 80 പുരോഹിതന്മാരും പിന്നാലെ നിന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവെ, പാടില്ല, ഇത് രാജാവിന് നിഷിദ്ധമാണ്, അത് നിയോഗിക്കപ്പെട്ടവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ദൈവത്തിന്റെ ആലോചനയായി വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടും ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഉസിയാവ് മുമ്പോട്ട് പോയപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. അവൻ ശാപഗ്രസ്തനായി, കുഷ്ഠരോഗിയായി മരണപ്പെട്ടുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയരെ, മറന്നുപോകാൻ പാടില്ല. രാജാവേ, ജനത്തെ 100 ഇരട്ടിയായി യഹോവാബിന്റെ ആലോചന നാം കേൾക്കണം. രാജാവേ, ദാവീദേ, ജനത്തെ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ യഹോവയായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ജനത്തെ എണ്ണുന്നത് ദൈവഹിതമല്ല, ജനത്തെ വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ്.
നീ എണ്ണിയത് കൊണ്ട് കാര്യമില്ല. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും ദാവീദ് മുന്നറിയിപ്പിനെ അവഗണിച്ചു. ഇംഗ്ലണ്ടിലെ സദംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 2200 യാത്രക്കാരുമായി കന്നി യാത്ര നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ 1912 ഏപ്രിൽ മാസം 14 അർദ്ധരാത്രി തണുത്തുറഞ്ഞ കടലിന്റെ അഗാധതയിലേക്ക് പോയത് മുന്നറിയിപ്പിനെ അവഗണിച്ചതുകൊണ്ട് മാത്രമാണ്. ദൈവവചനത്തിലൂടെ, ലോക സംഭവങ്ങളിലൂടെ, ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ, ആത്മാവിന്റെ പ്രേരണകളിലൂടെ നിരന്തരമായി നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ നാം നിസ്സാരമായി കാണാൻ പാടില്ല. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വഴികളിൽ പരാജയപ്പെടുന്ന ദാവീദ് പരാജയപ്പെടുവാൻ കാരണം മുന്നറിയിപ്പിനെ അവഗണിച്ചതാണ് ഞാൻ പറയുമ്പോൾ അതിന്റെ ഫലം താൻ അനുഭവിക്കേണ്ടി വരികയാണ്. ദൈവം അയച്ച മഹാമാരിയിലൂടെ യെരൂശലേമിൽ മരിച്ചു വീണത് 70,000 പേരാണ്. നിരന്തരമായി നാം കേൾക്കുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത് പ്രിയരെ. പാപത്തെ നിസ്സാരമായി കാണരുത്. ദൈവം പാപം ക്ഷമിക്കും, അവൻ പിന്നെയും ക്ഷമിക്കും, പിന്നെയും ക്ഷമിക്കും. എന്നേക്കും ക്ഷമിക്കുകയില്ല. കുറ്റബോധത്തോടെ കുർബാന കൈക്കൊള്ളരുത്. കുറ്റബോധത്തോടെ കുർബാന കൈക്കൊള്ളരുത്. നീ ചെയ്യുന്ന ചില പ്രവൃത്തികൾ തെറ്റാണെന്ന് അറിയാമായിട്ടും ആ തെറ്റിൽ നീ വീണ്ടും തുടരുവാൻ പാടില്ല. നീ ആരായിരുന്നാലും ശീലമുള്ളത് കൊണ്ടോ, കുർബാന കൊള്ളുന്നത് കൊണ്ടോ, ഇടവക ദിനമായതുകൊണ്ടോ, കുടുംബദിനമായതുകൊണ്ടോ, എല്ലാം ഒന്നാം ഞായറാഴ്ച കൊള്ളുന്ന ശീലമുള്ളത് കൊണ്ടോ കുർബാന കൊള്ളാൻ പാടില്ല. അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. മറന്നുപോകാൻ പാടില്ല. ഇത് ആചരണമല്ല, ഇത് അനുഭവമാ പ്രിയരെ. മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. ജീവിതത്തിന്റെ വഴികളിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് വിട പറയുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാളെയും ഇതിന്റെ ബാക്കി പറയുന്നത് കൊണ്ട് ഞാൻ അധികം വിശദമാക്കുന്നില്ല. ദാവീദിന്റെ പരാജയത്തിന്റെ മൂന്നാമത്തെ കാരണം മുന്നറിയിപ്പുകളെ അവഗണിച്ചതാണ്. ദാവീദിന്റെ അനുതാപം. പരാജയപ്പെട്ടവനെ തള്ളിക്കളയാത്ത ദൈവം, ഉള്ളിലെ ശത്രുവിനെ കീഴടക്കുവാൻ പരാജയപ്പെട്ട, പടചേർത്തവനെ മറന്ന് പടയുടെ ശക്തി അന്വേഷിച്ച് വ്യക്തമായ താക്കീതുകളെ അവഗണിച്ച് ഇസ്രായേലിന്റെ രാജാവ്. 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അപമാനഭാരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദാവീദിന്റെ അനുതാപമാണ് 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ അകൃത്യം ദൈവം മുമ്പാകെ വലുതായിരുന്നതുകൊണ്ട് 3 ശിക്ഷകൾ ദൈവം കൽപ്പിക്കുകയാണ്. 10 മുതലുള്ള വാക്യങ്ങളിൽ ശിക്ഷകളുണ്ട്. ദാവീദെ 3 ശിക്ഷ ചോയ്സാണ്. 3-1 നിനക്ക് തിരഞ്ഞെടുക്കാം. 1 3 വർഷത്തെ ക്ഷാമം, 2 3 മാസത്തെ ശത്രുവിനാലുള്ള ആക്രമണം, നാശം, 3 ദിവസത്തെ മഹാമാരി. ഇതേത് ശിക്ഷ എടുത്താലും തന്റെ ദേശത്തിനും തനിക്കും ദുഃഖകാരണമാകുമെന്ന് വ്യക്തമായി ദാവീദിന് അറിയാം. ദാവീദ് 3ാമത്തെ ശിക്ഷ സ്വീകരിച്ചു. ദൈവത്തിന്റെ ശിക്ഷ ദാവീദിന്റെ യഥാസ്ഥാനപ്പെടലിന് കാരണമായി. ദാവീദ് തന്റെ പാപത്തെ തിരിച്ചറിഞ്ഞു. ദാവീദ് തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. ദാവീദ് ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി ശരണപ്പെട്ടു. 70,000 നിരപരാധികൾ കൊല്ലപ്പെടുവാൻ കാരണം മറ്റാരുമല്ല, തന്റെ തന്നെ തെറ്റാണെന്ന് ദാവീദ് വിളിച്ചു പറയുകയാണ്. വാക്യം 8, ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. വാക്യം 8 തന്നെ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി. 17-ാം വാക്യം, ഞാൻ ദോഷം ചെയ്ത പാപിയാണ്. ഹല്ലേലൂയ, ദാവീദിന്റെ അനുതാപ മൊഴികളാണിത്. ഇതൊരു തിരിച്ചറിവാണ്. തന്റെ തെറ്റുകളെ ആരുടെ മുകളിലും ചുമത്താതെ, ആരെയും കുറ്റപ്പെടുത്താതെ, തന്റെ ജീവിതത്തിൽ വന്നുപോയ അപജയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റുപറയാൻ ദാവീദ് തീരുമാനിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ, തന്റെ പാപത്തെ തിരിച്ചറിഞ്ഞ്, തന്റെ പാപത്തെ അനുതാപ ഹൃദയത്തോട് ഏറ്റുപറഞ്ഞ്
ദാവീദ് ദൈവമുമ്പാകെ അർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥനയാണത്. അത് 13-ാമത്തെ വാക്യത്തിലാണ്. എന്താണ്? ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ സന്നിധിയിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ. ദൈവമേ, എന്റെ ഈ തെറ്റിന് ശിക്ഷ മനുഷ്യന്റെ കോടതിയിൽ വിധിക്കുവാൻ ഇടയാകരുത്. മനുഷ്യൻ എന്നെ വിധിച്ചാൽ ഞാൻ പിച്ചി കീറപ്പെടും. കർത്താവെ, എനിക്കിനി നിലനിൽക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. ദൈവമേ, നീ ഇത് മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിന്റെ ശക്തമായ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന. മനുഷ്യന്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കരുതേ, ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ ഞാൻ വീഴട്ടെ. ദൈവകരുണയുടെ ആഴമറിയുന്ന ദാവീദ് കഠിനമായ പാപം ചെയ്തിട്ടും തള്ളിക്കളയാതെ തന്നെ നിർത്തിയ ദൈവകരുണ ദാവീദ് ഏറെ രുചിച്ചറിഞ്ഞവനാണ്. ഹല്ലേലൂയ. കരുണയ്ക്കായി ദൈവമുമ്പാകെ നിൽക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെയും നിങ്ങളുടെയും ജീവിതം അപാരമായ അനന്തമായ ദൈവകൃപയുടെ ബാക്കിപത്രമാണെന്ന് ഈ രാത്രി ഏറ്റുപറയുവാൻ അധരത്തിന് ബലമുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബലം കൊണ്ടല്ല നാം ജീവിക്കുന്നത്. നമ്മുടെ തെറ്റുകൾക്ക് ദൈവം പകരം ശിക്ഷ തന്നിരുന്നുവെങ്കിൽ, നമ്മുടെ കുറവുകൾ മനുഷ്യന്റെ മുമ്പാകെ ഇത് വെളിപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എന്നെ നഷ്ടപ്പെട്ടു പോയിനെ. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ലംഘനങ്ങളെ നമ്മോട് അകറ്റുന്ന ദൈവകൃപയുടെ സാക്ഷ്യപത്രമാണ് എന്റെയും നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ന് ബലത്തോടെ ഉണർന്ന് ജീവിക്കുന്നതല്ല. ഞാനോ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു. കർത്താവേ, എന്റെ ബലം കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ തീരുമാനം കൊണ്ടല്ല, എന്റെ വിശുദ്ധി കൊണ്ടല്ല, എന്നെ താങ്ങുവാൻ കഴിയുന്ന ഒരു ദൈവം കരുണയോടെ എന്നെ താങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഫലശൂന്യമായ അത്തിയായിട്ടും വെട്ടിക്കളയാതെ നിൽക്കട്ടെ 2018 ഫലം കായ്ച്ചെങ്കിലോ പ്രതീക്ഷയോടെ നിർത്തുന്ന ഒരു ദൈവകൃപ. ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി ജീവിതത്തെ പുതുക്കുവാൻ ഈ വചനം നമ്മെ വെല്ലുവിളിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവകൃപയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഈ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദാവീദിന്റെ അപജയങ്ങൾ നമ്മിലൂടെ ആവർത്തിക്കപ്പെടാൻ പാടില്ല. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അതിജീവിക്കുവാനിടയാകണം. ദൈവത്തിലും ദൈവത്തിന്റെ ശക്തിയിലും മാത്രം നാം ശരണപ്പെടണം. മുന്നറിയിപ്പുകളെ ഗൗരവമായി കാണുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്നോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്ക് അതുല്യമായ ദൈവകൃപയുടെ അടയാളമായി മോറിയ മലയിൽ ദാവീദ് യഹോവയ്ക്ക് ഒരു യാഗം അർപ്പിക്കുകയാണ്. ഒരു യാഗപീഠം ഒരുക്കി യാഗമർപ്പിക്കുന്ന ദാവീദ്. ദൈവകൽപ്പന പോലെ ദാവീദ് യാഗപീഠം ഒരുക്കിയത് യെബൂസ്യനായ ഓർന്നാന്റെ കോതമ്പ് കളത്തിലാണ്. ഹല്ലേലൂയ. യെബൂസ്യനായ ഓർന്നാന്റെ യാഗതുല്യമായ ജീവിതമാണ് നാളെ നമ്മുടെ ധ്യാനം. ദാവീദിന്റെ പ്രായശ്ചിത്തത്തിന്റെ യാഗപീഠം ഒരുക്കപ്പെട്ടത് ഒരു ഗോതമ്പ് കൃഷിക്കാരനായ ഓർന്നാന്റെ കളത്തിൽ. ഓർന്നാന്റെ യാഗസമാനമായ ജീവിതം. ദൈവമുമ്പാകെ നമുക്ക് നമ്മുടെ തലകളെ ഉണക്കാം. പ്രിയരെ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. താരാനിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ. ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവറിയന്റെ നീ മാത്രമാണെനിക്കാധാരം. നീ മാത്രമാണെനിക്കാധാരം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ
സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം. വേദപുസ്തകത്തിലെ ദൈവം ഞങ്ങളുടെ ഈ രാത്രി സന്ദർശിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ വന്നുപോകുന്ന കുറവുകളെ വ്യക്തമായി ബോധ്യപ്പെടുത്താനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പുറമേ ആളുകൾ കാണുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ ജയിക്കുന്നവരാണ്. ആരും കാണാത്ത, ആരും അറിയാത്ത, ആർക്കും വെളിപ്പെടുത്താത്ത ഞങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യ അനുഭവങ്ങളിൽ പരാജയപ്പെട്ടവരാണ് ഞങ്ങൾ. കർത്താവേ, നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളെ പടചേർത്ത ദൈവത്തെ മറന്നുപോകാതെ, പടയുടെ ശക്തിയെ അന്വേഷിക്കുന്നതല്ല, പടചേർത്ത ദൈവത്തെ അന്വേഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുന്നറിയിപ്പുകൾ ധാരാളം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിലെ അരുതായ്മകൾ, അരുതാത്ത ശീലങ്ങൾ, അരുതാത്ത കാഴ്ചകൾ, ഇന്റർനെറ്റ് അഡിക്ഷൻ, പോണോഗ്രഫി, കർത്താവേ, മിഡ് നൈറ്റ് കേബിൾസ്, ജീവിതത്തിന്റെ പല അരുതായ്മകൾ, മദ്യപാനം, ഒരുപാട് കുറവുകളുണ്ട്. കർത്താവേ, മുന്നറിയിപ്പുകളെ ഗൗരവമായിട്ടെടുക്കാൻ, അല്ലെങ്കിൽ ദുരന്തത്തിലേക്കുള്ള വഴിയാണ് തിരിച്ചറിയാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ ദിനസത്തിലേക്ക് കടന്നു വരുന്നു. മനുഷ്യന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാതെ നിങ്ങളുടെ കരുണയോട് പരിപാലിക്കുന്ന തമ്പുരാനെ, നിന്റെ കരുണയുടെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വവും തമ്പുരാന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാർ.